അവിടുന്ന് പിടിപിടി, ചിലപ്പോ അത് പൊട്ടും. 6 മാസത്തെ കാശ് മുൻകൂർ വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോ പറയുന്നതല്ല, ഉടമസ്ഥര് വരുന്നതുകൊണ്ടാ. നിന്റെ ഒരു ഉടമസ്ഥൻ? അതെ, എന്റെ ചിരിക്കുന്ന ഒരു മോൻ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എനിക്ക് വൃത്തികെട്ട മറ്റൊരു മോൻ കൂടിയുണ്ട്. കാണണം നിനക്ക്. സത്യം പറയാലോ, ചേട്ടന്റെ ഈ ചിരിക്കുന്ന മുഖ മഹാവൃത്തികേട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ എല്ലാവരും എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാകണമെന്ന് എന്റെ ആഗ്രഹം. ദിവസവും രാത്രി കിട്ടുന്ന 200 മില്ലി ചാരായവും മാസം കിട്ടുന്ന 1500 രൂപ വേണ്ടാന്ന് വെക്കാൻ ഞാനെന്താ പൊട്ടനാ? പിന്നെ എന്താണ്? അതെ, 5-10 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത കൂട്ടര. കിട്ടിയ കാശിന് വീടും പറമ്പ് വിട്ടോളം എന്നെ ഏൽപ്പിച്ചതാണ്. ഏറിയ ഒരാഴ്ച ഹൗസ് ഓണറും ഫാമിലി, അത് കഴിഞ്ഞാൽ തിരിച്ചു പോവും. അതുവരത്തേക്ക് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് ഇവിടുന്ന് പോ. പിന്നെ ഒരാഴ്ചത്തെ ഇതെല്ലാം എട്ടെറിഞ്ഞു പോകാൻ ഞങ്ങൾ എന്താ പൊട്ടന്മാരോ? പറ്റില്ലേ? എന്നാ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ വിചാരിച്ചക്കാലം നേരത്തെ സാറന്മാരിങ്ങ് എത്തിയല്ലേ? എല്ലാം വൃത്തിയാക്കിയിട്ടില്ലല്ലോ. അത് പിന്നെ ചോദിക്കണോ? എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെന്താ വല്ലാത്തൊരു മണം? അത് പിന്നെ ഈ ചവറുകളെല്ലാം കൂടെ അടിച്ചുകൂട്ടിയിട്ട് കത്തിച്ചതാ. ഇത് അതല്ലല്ലോ, ഒരു വൃത്തികെട്ട മണം. അത് ചിലപ്പോ ഞാൻ കത്തിച്ചുകൊണ്ടാവും. ഇതല്ല സത്യം, നമുക്ക് അകത്ത് പോവാം. അവിടെ എന്താ ഒരു പുക? ഒന്നുമില്ല. അയ്യേ, സാറിന് എന്നെ വിശ്വാസല്ലേ? ഇല്ല. അയ്യോ മേഡം, എന്നെ വിശ്വാസല്ലെന്ന്. സാറിന്റെ ഇങ്ങനെ നിക്കവിടെ. ആറ്റോലെ അമ്മച്ചാണ് സത്യം. അയ്യോ ദാ പോണു. സാറിനെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്താണ് അതൊക്കെ? ഇത് പൊങ്കാലയിട്ടേക്കുന്നതാ എന്നാണ് അവന്മാർ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സാർ. ഞാൻ രാത്രി വന്ന് ശകലം ടേസ്റ്റ് ചെയ്തപ്പോഴേ മനസ്സിലായത് ഇത് മറ്റവനാ വാറ്റ്. പിന്നെ ഞാൻ തിരിഞ്ഞും പിരിഞ്ഞു നോക്കില്ല. ഞാൻ 2 കുപ്പി എടുത്ത് അടിച്ച്. ഇത് താനായിട്ട് എടുത്ത് മാറ്റുന്നോ അല്ല ഞാനായിട്ട് അടിച്ച് പൊട്ടിക്കണം? സാർ അടിച്ച് പൊട്ടിക്കാൻ നിൽക്കരുത്. ഇത് ഞാൻ അടിച്ച് തീർത്തോളാം. ആണോ? അയ്യോ പൊട്ടിക്കരുത്. ഈ ഭാഗത്തുള്ള ഗുണ്ടകളുടെ പണിയാ. അനുവദിച്ചില്ലെങ്കിൽ തല കാണില്ല എന്ന് പറഞ്ഞു. അതല്ലേ? അയ്യോ സാർ പൊട്ടിക്കരുത്. മുഴുവൻ കാശ് ഞാൻ കൊടുക്കേണ്ടി വരും. ആണോ? സത്യം. എന്നാ എണ്ണിക്കോ. അയ്യോ 2000 3000 മടുത്തോ? 4000 7500. ഈ പൈസ എല്ലാം ഞാൻ എവിടെ നടത്തിട്ട് കൊടുക്കുവാ? സാറിന് കഴപ്പ് മാറിയില്ലെങ്കിൽ അല്ല കയ്യഴപ്പ് മാറിയില്ലെങ്കിൽ ഇതും കൂടെ അടിച്ചു പൊട്ടിക്കും. എന്റെ 8000 പോവുമെന്തോ. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. മേലെ അവിടെ കണ്ടുപോരുത് സാർ. ഇനി ഒരു തെറ്റ് ചെയ്യില്ല. ഞാൻ അടിമയെ പോലെ ഇവിടെ നിന്ന് പണിയെടുത്തോളാം. ഒന്ന് പറയൂ മാഡം. ഈ ഓണം കയറാൻ മുലയിലെ സഹായത്തിന് ഇയാളും കൂടി ഇല്ലെങ്കിൽ തൊലഞ്ഞു. പറഞ്ഞു വിടണ്ട. തന്നെ സത്യം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. മതി. ഇനി തെറ്റ് ചെയ്യുമ്പോ മാത്രം ക്ഷമിച്ചാ മതി. സാർ ഭാഗ്യം ഒന്ന് പറയട്ടെ, ഒരു മൊബൈലിന് ഇവിടെ റേഞ്ച് ഇല്ല മാഡം. തന്നെ അച്ഛനെ വിളിച്ച് ഇവിടെ എത്തിയ വിവരം പറയാന്ന് കരുതിയതാ. എടി അകത്ത് ലാൻഡ് ലൈൻ ഉണ്ട്. നീ വന്നേ. നല്ലൊരു കാറ്റടിച്ച അതിന്റെ കണക്ഷന് പോയി കിട്ടും. സാർ, ഈ പൊട്ടിയ ചില്ല് തനിക്ക് ഇതുവരെ മാറ്റാറായില്ല അല്ലേ? ഞാൻ 2 തവണ ചില്ല് മാറ്റാൻ കൊണ്ടുവന്നതാ. ഇവിടെ എത്തും അപ്പൊ പൊട്ടും. സത്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലുള്ള സത്യമല്ല, ഇതാണ് സത്യം. പരമശിവനാണ് സത്യം. നാളെ തന്നെ പുതിയൊരെണ്ണം മേടിച്ചിട്ടേക്കണം. പൊട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറിന്റെ ഇഷ്ടം. പടി പിടിക്കണം. നിക്കവിടെ. ആരെ കൂട്ടിലടയ്ക്കാൻ പോണ ഈ സാധനമായിട്ട്? ഏയ്, ഇവിടുത്തെ സാറിന്റെ കുട്ടിക്ക് വെറുതെ കളിക്കാനായിട്ട്. എന്നാ ഞങ്ങളുടെ പണം തന്നിട്ട് നീ കളിപ്പിച്ചാൽ മതി. ഇവിടെ നിന്ന് പുറത്തിറങ്ങാതിരുന്ന നിന്നെ ഞങ്ങളുടെ കൈ കിട്ടില്ല എന്ന് കരുതിയോടാ. അതെ, 2 ദിവസം കഴിഞ്ഞ സാറും ഫാമിലി ഇവിടുന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് വാറ്റിക്കോ കുളിക്കോ, വേണമെങ്കിൽ എന്നെ എടുത്തിട്ട് വാറ്റിക്കോ. അതെ, ഞങ്ങൾക്ക് ഇനി ആ സ്ഥലം വേണ്ട. ഇത് പറയാനാണ് നിങ്ങൾ വട്ടം കൂടിയുന്നത്. ശരി, വേണ്ടെങ്കിൽ വേണ്ട. അതെ, തരാനുള്ള പണം തന്നിട്ട് പോയാ മതി. അതെ, തരാനുള്ള പണം വേണ്ടെന്ന് പറഞ്ഞാലും സ്ഥലം വേണ്ടെന്ന് പറയരുത്. എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. വർത്താനം പറയാതെ കാശെടുക്കാൻ. തരാം. അടങ്ങ്. ആ കിളിക്കുടിഞ്ഞെന്നെ അവന്മാര് പേടിച്ചു പോയി. ഇനി അവന്മാരെ കൈപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. വഴിയുണ്ട്. മേഡം, എന്താ കിളിക്കൂട് മോൾക്ക് കൊടുക്കാനാ. എനിക്കൊരു 7500 രൂപ. അല്ല, ആ കിളികളെ കൊണ്ടുപോകാനുള്ള കൂടാ. കറണ്ട് പോയല്ലേ? ഇതാ ഇവിടുത്തെ കുഴപ്പം. ഇനി വൈകുന്നേരം നോക്കിയാ മതി. മോളെവിടെ? മോളു ഭാസ്കര, മോളു. എന്താ ഭാസ്കര മാമ? കുഴപ്പമൊന്നുമില്ല. എന്താ? ഏയ് ഒന്നുമില്ല. ഈ കൂട് മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എങ്ങനെ ഉണ്ട്? ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഈ കൂടിനകത്ത് ആ കിളി കുഞ്ഞുങ്ങളെ ഇട്ട് തന്നേക്കും ഈ ഭാസ്കർ മാമൻ. ഈ കൂടിന് എത്ര രൂപയായെന്നറിയോ? 7500 രൂപയായി. എത്രയായാലും പപ്പയുടെ മുറിയിൽ ഒരുപാട് കാശുണ്ടല്ലോ. പലമാരക്കകത്താണ് കാശ് വച്ചേക്കുന്നത്.
മോളെ ഈ കൂടിന്റെ ഓരോരോ കമ്പികൾ എണ്ണി എണ്ണി ഇവിടെ ഇരുന്ന് കളിച്ചോളണം കേട്ടോ. എന്നാ മാമൻ ഇപ്പൊ വരാം. യെസ്. അവിടെ ഇല്ല, വരുന്നുമില്ല. കാശ് ഇതിനകത്തെങ്കിലും വച്ചുകൂടെ? എങ്ങുമില്ലേ. ഭാസ്കരമ്മ പേടിച്ചു അല്ലേ? അത് പിന്നെ പെട്ടെന്ന് മോളെ ഇതിനകത്ത് കണ്ടപ്പോ. പിന്നെ മോളിതിപ്പോ ആരോടും പറയണ്ട. ഭാസ്കരൻ മാമന്റെ ഉള്ള ജോലിയും കൂടെ ഇല്ലാതാവും കേട്ടാ. അല്ല, മോളിതെങ്ങനെ പെട്ടെന്ന് ഇതിനകത്ത് വന്ന് കയറി? എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാന്ന് എനിക്ക് തോന്നി മാമ. അല്ല, മാമനല്ലേ വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞത്, എന്നിട്ട് എന്നെ കണ്ടപ്പോ പേടിച്ച് ഞെട്ടിയതെന്താ? ഞാനോ പേടിച്ച് ഞെട്ടിയെന്നോ? നവാർ, ജനിച്ചിട്ടിന്നവരെ ഞാൻ പേടിച്ച് ഞെട്ടിയിട്ടില്ല. ഒരു യക്ഷി മുമ്പിൽ വന്നറിഞ്ഞിട്ടില്ലേ? യക്ഷിയോ? അങ്ങനെ ഒന്നും ഈ ഭൂമുഖത്തെ ഇല്ല മോളൂ. ഉറപ്പാണോ? 100% ഉറപ്പ്. മോളിങ്ങോട്ട് വന്നേ. ഈ ആത്മാവ് എന്ന് പറയുന്നതിൽ ഒരു സത്യമില്ല. മനുഷ്യന്മാർ ചത്തു കഴിഞ്ഞാൽ അപ്പൊ എല്ലാം തീർന്നു. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നില്ലേ? അവരൊക്കെ പ്രേതങ്ങളായി വന്നാല് അവറ്റകളെയൊക്കെ തടഞ്ഞ് നമുക്കിവിടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ആത്മാവിനെ കണ്ണാടി കാണാൻ പറ്റുമോ ഭാസ്കര മാമ? മോളൊരു യുക്തിവാദിയെ പരിഹസിക്കരുത്. ഭൗതിക ശാസ്ത്രം അനുസരിച്ച് പിണ്ടമുള്ള വസ്തുക്കൾ മാത്രമേ കണ്ണാടിയിൽ കാണാൻ പറ്റൂ. ആത്മാവുണ്ടെങ്കിൽ തന്നെ അതിന് പിണ്ടമില്ലല്ലോ. അപ്പൊ എങ്ങനെ കണ്ണാടി കാണാൻ പറ്റും? മോളിങ്ങോട്ട് മാറിയുന്നേ, അങ്കിൾ ഇപ്പൊ കാണിച്ചു തരാം. ശരിക്കും കണ്ടോ കേട്ടോ? ദേ നോക്ക്. എന്നെ കാണുന്നില്ല. ഞാൻ ഇതെവിടെ പോയത്? നോക്കാം. രണ്ടെണ്ണം ഓടിക്കോ. അയ്യോ, എന്തൊക്കെയോ ഉണ്ട്. അയ്യോ, അങ്ങോട്ട് ഓടാം. എന്നെ വലയിട്ടരിച്ചാ കിട്ടൂലല്ലോ. പോയാ എവിടേക്കാ? നാളെ കഴിയാതെ ഇവിടുന്ന് ആർക്കും പോവാൻ പറ്റില്ല ഭാസ്കര മാമ. ഇനി ആരെങ്കിലും പോവാൻ നോക്കിയാ അവർ ഞാൻ കൊല്ലും. ഈ മോളുടെ ഒരു കാര്യം ഞാടിയോ ചെറുപ്പക്കോ. എന്നാ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പോകുന്നില്ല. എങ്കിലാ